ഹലോ എവ്രി വൺ, എൻ്റെ പേര് നീതു എന്നാണ്. ക്രാഫ്റ്റ്സിൻ എൻ്റെ പേജാണ്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏത് ഒക്കേഷനിലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് അതാണ് ഇന്ന് കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 4 ലെയർ എക്സ്പ്ലോഷൻ ബോക്സ് വിത്ത് ഡ്രോയറാണ്. പ്രീമിയം ഈ ബോക്സ് വിത്ത് ഡ്രോയറാണ്. അതായത് മിക്ക ക്ലയൻറ്റ്സും നമ്മളോട് പറയാറുണ്ട് അവർക്ക് ഈ ലിഡ്സിലെല്ലാം ചോക്ലേറ്റ്സ് വെച്ച് മതിയെന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ പിന്നെ യൂസില്ല, ബോക്സിന് തന്നെ യൂസില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലൊരു ഡ്രോയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഡ്രോയറിലിടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എംബ്ലിഷ്മെൻറ്റ്സും ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ബോക്സ് നമുക്ക് ഭംഗിയായിട്ട് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ലിഡെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ടച്ചാണ് കൊടുത്തിട്ടുള്ളത്, ലിഡും അതുപോലെ തന്നെ ഡ്രോയറും. ഓക്കെ, ടോപ്പർ എന്ന് പറയുന്നത് ഷേക്കർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ടാഗ് എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണോ ഏത് ഒക്കേഷൻ ആണോ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ടാഗ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മൾബറി ഫ്ലവേഴ്സാണ് വിത്ത് പോളനാണ്. ഒക്കേഷൻ ഏതാണോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണേലും കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചാണ് ഓരോ ഈ ബോക്സസും നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ 4 ലെയേഴ്സാണുള്ളത്, അതായത് 4 ലിഡ്സും 20 ലീഫുമാണ് ഇതിന് വരുന്നത്. കണ്ടോ, ഇത് 4 ലീഫാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഷേക്കറും ഏതാണ് ബർത്ത്ഡേയുടെ ഓരോ ഒക്കേഷൻ അനുസരിച്ചാട്ടോ. ഇത് ബർത്ത്ഡേ കാർഡാണ്, ഇത് ലവ് കാർഡാണ്, ഇത് ആനിവേഴ്സറിയുടെ. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ. ഓക്കെ, അടുത്ത സെക്കൻഡ് ലെയറാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈസൽ സ്റ്റാൻഡാണ്. നമുക്കിങ്ങനെ വെക്കാം. അതായത് ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ കേക്ക് വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈസൽ സ്റ്റാൻഡ് വയ്ക്കുന്നത് ഭംഗി കൂട്ടും. അതാണ് മിക്കവരും ഇത് പറയുന്നുണ്ട്, ഈസൽ സ്റ്റാൻഡ് വേണമെന്നുള്ളത്. അവർക്ക് അല്ലാത്തവർക്ക് നോർമൽ ഫോട്ടോസാണ് നമ്മൾ ഫ്രെയിം പോലെ ചെയ്ത് വെക്കുന്നത്. തേർഡ് ലെയറാണ്. ഇതും സെയിം ടൈപ്പ് ഈസൽ സ്റ്റാൻഡാണ് ഇതും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അവർക്ക് എഴുതാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഓരോ സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടോ. എഴുതാൻ വേണ്ടിയുള്ള സ്പേസ് എല്ലാം ഇതിനകത്ത് ഉണ്ട്. പിന്നെ ഫോട്ടോസ് തന്നെ വേണമെന്നില്ല. ഫോട്ടോസ് ഇല്ലാത്തവർക്ക് നമ്മൾ തന്നെ കോഡ്സ് റെഡിയാക്കി ഏതാണോ ഒക്കേഷൻ ആ ഒക്കേഷനെ ബേസ് ചെയ്തിട്ട് കോഡ്സ് പ്രിൻ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഇതാണ് ഫോർത്ത് ലെയർ. ഇപ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം ക്ലയൻറ്റിന് ഒരു വാച്ചോ അങ്ങനെ ഒരു ഗിഫ്റ്റ് അവർക്ക് ഇതിനകത്ത് വെക്കാനുണ്ട്. സോ ഈ സ്പേസ് എത്രയും വേക്കൻ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേക്ക്, ഫ്ലവറിലുള്ള കേക്കുകൾ, റിങ്സ്, അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഈ മിഡിൽ പോർഷനകത്ത് വെക്കാം. ഓക്കെ, ഇതപ്പോൾ ക്ലോസ് ചെയ്യാം. ഇതാണ് പിന്നെ 4 ലെയർ എക്സ്പ്ലോഷൻ ബോക്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബോക്സ് ഡ്രോയറിൽ എന്താ വരുന്നതെന്ന് നോക്കാം. ഇത് അതായത് ഈ ക്ലയൻറ്റ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് എംബ്ലിഷ്മെൻറ്റ് മതി, ചോക്ലേറ്റ്സ് വേണ്ട എന്നുള്ളതാണ്. സോ നമ്മൾ അതിനനുസരിച്ച് എംബ്ലിഷ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ചെയ്യുന്നത്. ഞാൻ ഇത് കഴിഞ്ഞൊരു ട്യൂട്ടോറിയൽ ഇടാം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. കണ്ടോ, ഇതൊരു ഫോട്ടോ സ്റ്റാൻഡ് പോലത്തെയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ഒരു ടൈപ്പ് ഷേക്കറാണ്. നിയോൺ പെൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റൈറ്റിങ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്നെ കോട്ട് ചെയ്യാം. പിന്നെ ഒരു സ്മോൾ ബോയാണിത്. ബോയൊക്കെ ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ഞാൻ ഇടാം എങ്ങനെയാണ് ബോ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ.